നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. ഇരു രാജ്യങ്ങളിലേക്കും പ്രത്യേക വിമാന സർവീസുകൾ നടത്താൻ ഖത്തറും ഇന്ത്യയും തമ്മിൽ ഒപ്പുവെച്ച എയർ ബബിൾ കരാറിന്റെ കാലാവധി നീട്ടിയതായി റിപ്പോർട്ട്. ഒക്ടോബർ 31 വരെയാണ് കരാർ നീട്ടിയതെന്ന് ഖത്തറിലെ ഇന്ത്യൻ എംബസി അറിയിക്കുകയായിരുന്നു. ഇതിനിടെ സാധാരണ രീതിയിൽ സർവീസുകൾ ആരംഭിക്കുകയാണെങ്കിൽ അതുവരെയാകും കരാർ കാലാവധിയെന്ന് അധികൃതർ വ്യക്തമാക്കുകയും ചെയ്തിരിക്കുകയാണ്. ഖത്തറിലെ ഇന്ത്യൻ എംബസി ട്വിറ്ററിലൂടെയാണ് ഇക്കാര്യം അറിയിച്ചിരിക്കുന്നത്. നിശ്ചിത വ്യവസ്ഥകളോടെ ഇന്ത്യയിൽ നിന്ന് ഖത്തറിലേക്കും തിരിച്ചുമുള്ള വിമാന സർവീസിനുള്ള എയർ ബബിൾ കരാർ ഓഗസ്റ്റ് 18 മുതലാണ് പ്രാബല്യത്തിൽ വന്നത്. ഓഗസ്റ്റ് 31 മുമ്പ് നിശ്ചയിച്ച പ്രകാരം കരാർ അവസാനിക്കേണ്ടിയിരുന്നത്. എങ്കിലും ഇതാണ് ഇപ്പോൾ ഒക്ടോബർ 31 വരെ നീട്ടിയിരിക്കുന്നത്. കരാർ പ്രകാരം നിലവിൽ ഇന്ത്യൻ വിമാന കമ്പനികളും ഖത്തർ എയർവേസും ഇരു രാജ്യങ്ങളിലേക്കും സർവീസുകൾ നടത്തി വരികയാണ്. ഖത്തർ വിസയുള്ള ഏതൊരു ഇന്ത്യക്കാരനും ഖത്തറിലേക്ക് മടങ്ങാവുന്നതാണ്. ഖത്തറി പൗരന്മാർക്കും രാജ്യത്തേക്ക് തിരികെ പോകാം. ആകെയുള്ള സീറ്റുകൾ ഇന്ത്യൻ വിമാന കമ്പനികളും ഖത്തർ എയർവേസും പങ്കുവച്ചാണ് സർവീസുകൾ നടത്തി വരുന്നത്. എന്നാൽ എയർ ബബിൾ കരാർ അനുസരിച്ച് ഇന്ത്യയിൽ നിന്നും ഖത്തറിലേക്കുള്ള സർവീസുകളിൽ പ്രത്യേകമായി തന്നെ ടിക്കറ്റ് എടുക്കണമെന്ന നിബന്ധന നേരത്തെ ടിക്കറ്റ് ബുക്ക് ചെയ്ത പ്രവാസികൾക്ക് തിരിച്ചടിയായി മാറിയിരിക്കുകയാണ്. ഇങ്ങനെ ബുക്കിംഗ് നടത്തിയവർക്ക് പണം തിരികെ നൽകിയില്ലെന്നും പകരം ഒരു വർഷത്തിനുള്ളിൽ എപ്പോൾ വേണമെങ്കിലും യാത്ര ചെയ്യാമെന്നുമുള്ള വിമാന കമ്പനികളുടെ നിലപാട് സാധാരണക്കാരായ പ്രവാസികൾക്ക് ഇരുട്ടടിയായിരിക്കുകയാണ്. മടക്കയാത്രയ്ക്കുള്ള ടിക്കറ്റും കൂടി ബുക്ക് ചെയ്താണ് കോവിഡ് നിയന്ത്രണങ്ങൾക്ക് മുമ്പേ തന്നെ പ്രവാസികളിൽ കൂടുതൽ പേരും അവധിക്കായി നാട്ടിലേക്ക് പോയത്. നിയന്ത്രണങ്ങളുടെ ഭാഗമായി പിന്നീട് വിമാനവിലക്ക് നിലവിൽ വരികയും ഉദ്ദേശിച്ച സമയത്ത് മടക്കയാത്ര സാധ്യമാകാതെ വരികയും ചെയ്തിരുന്നു. ഈ സാഹചര്യത്തിൽ വിമാന കമ്പനികളെ സമീപിച്ചവർക്ക് ലഭിച്ച മറുപടി ബുക്ക് ചെയ്ത ടിക്കറ്റിന്റെ പണം തിരികെ നൽകില്ലെന്നും പകരം ആ ടിക്കറ്റ് ഉപയോഗിച്ച് ഒരു വർഷത്തിനകം യാത്ര ചെയ്യാം എന്നായിരുന്നു വിമാന കമ്പനികൾ അറിയിച്ചിരുന്നത്. വലിയ മുറവിളികൾക്കൊടുവിൽ ഖത്തറിൽ ഉൾപ്പെടെ വിസയുള്ളവർക്ക് മടങ്ങാനായി ഇന്ത്യ എയർ ബബിൾ കരാറുണ്ടാക്കുകയായിരുന്നു. എന്നാൽ എയർ ബബിൾ കരാർ അനുസരിച്ചുള്ള സർവീസുകൾക്ക് നേരത്തെ ബുക്ക് ചെയ്ത ടിക്കറ്റ് ഉപയോഗിക്കാൻ കഴിയില്ലെന്നും പ്രത്യേകമായി തന്നെ ടിക്കറ്റ് എടുക്കണമെന്നുമാണ് ഇന്ത്യൻ എയർലൈൻ കമ്പനികളുടെ നിലപാട്. ഈ സാഹചര്യത്തിൽ 10,000-കണക്കിന് ഇന്ത്യക്കാർക്കാണ് നേരത്തെ ബുക്ക് ചെയ്ത ടിക്കറ്റിന്റെ തുക നഷ്ടമാകുന്നത്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.